പിന്നെ പഠിക്കൊന്നും പോകണ്ടല്ലോ. ഗുഡ് മോർണിംഗ് എവ്രിവൺ. എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോ കഞ്ചാവ് വീഡിയോ അങ്ങനെ തന്നെ പറയാം. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. സോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടേക്കണം. അതുപോലെ തന്നെ എൻ്റെ കാണാത്ത വീഡിയോസും ഒന്ന് കാണാം. ഇന്ന് വീട്ടിലിങ്ങനെ ഏതാണ് ഡ്രസ്സ് ഇടാൻ ഇങ്ങനെ നോക്കിയപ്പോൾ, ഷർട്ടൊക്കെ ഇടാൻ നോക്കിയപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമല്ലേ, അപ്പോൾ അർജൻറ്റീനയുടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പഴയ ടീഷർട്ടാട്ടോ. നിങ്ങളെല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇറക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഇത് കാണുന്നതിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ആ റെഡ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, എൻ്റെ ഹിമാചൽ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഒരു കാര്യം, എൻ്റെ ഒരുപാട് വീഡിയോസിൽ കണ്ടിന്യൂസ് എടുത്ത ഓരോരോ എപ്പിസോഡിൽ അതിൽ കുറച്ച് നല്ല നല്ല ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ എപ്പിസോഡായിട്ട് കാണുന്നത്. കാരണം ലെങ്തി വീഡിയോസ് ആരും കാണാനും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തുനിന്ന് ഒരു ഇൻട്രോ കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് തന്നെ അറിയാം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ അവിടെ ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇവിടെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ, പെണ്ണിൻ്റെ വീട്ടിലായാലും ആണിൻ്റെ വീട്ടിലായാലും നമ്മൾ പൈസ ഒക്കെ വെച്ച് അങ്ങോട്ടല്ലേ കൊടുക്കുക. പക്ഷേ ഇവിടെ നേരം മറിച്ച് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവർ ക്യാഷ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നു. അതൊരു നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ശരിക്കും അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ അവരെന്നെ പിക്ക് ചെയ്ത് നേരെ അവിടുന്ന് മണ്ടിയിൽ നിന്ന് സുന്ദർനഗറിൽ നിന്ന് ഇപ്പോൾ ഇതാ നമ്മൾ ഷിംലയിലേക്ക് വന്നിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. ഞാനിപ്പോൾ ഇതാ നമ്മളെ കല്യാണ ചെറുക്കൻ്റെ കൂടെയാണ്, കണ്ടില്ലേ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഇതാണ്. ഓക്കെ, സോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. ഇതാണ് പെണ്ണിൻ്റെ വീടെന്ന് തോന്നുന്നുണ്ട്. അടിപൊളി സ്ഥലം, എന്താ വ്യൂ. ഇവിടെയൊക്കെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇങ്ങനെ ഇങ്ങോട്ട് എൻ്റർ ആയിട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ മാലയും തരും, ഇതും തരും. ഇതിലെന്താന്ന് ഞാൻ തുറന്നു നോക്കിയല്ല, കല്യാണത്തിന് ആയിട്ട് തരികയാണെന്ന് വിചാരിച്ചു എൻട്രിക്ക് വേണ്ടി വരുന്നത്. സംഭവം തുറന്നു നോക്കിയപ്പോൾ മനസ്സിലായത് 50 രൂപ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഹിമാലയത്തിൽ കല്യാണത്തിന് പോകണ സെയിം ഡെയിലി ഈ പരിപാടി തന്നെ ആക്കിയാലോ. എന്നാൽ പിന്നെ പണിക്കൊന്നും പോകണ്ടല്ലോ,
ഡെയിലി 50 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആയില്ലേ, 200 റുപ്യ ആയില്ലേ. ഇവര് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കയറി വരുന്നത്. ഒരു മാലയും ഒരു കവറിൽ ഒരു 50 രൂപ. കുഴപ്പമില്ലല്ലോ, കുറച്ച് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സ്ഥിരം എല്ലാ കല്യാണത്തിന് വീട്ടിലോട്ട് പോയേക്കാം. ഈ റൂട്ടിൽ തന്നെ 2 കല്യാണ വീടുണ്ട്. അതേമാതിരി ഓരോ റൂട്ട് വെച്ചോട്ട് പിടിച്ചാൽ മതിയല്ല. ആക്ച്വലി ഈ ഒരു മാല ഇടുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെൽക്കം ചെയ്യാനാണ് അതുകൊണ്ട് ഒരു മീൻ ചെയ്യുന്നത്. എന്തായാലും പരിപാടി കൊള്ളാം, എനിക്കിഷ്ടമായി. സംഭവം അടിപൊളി തന്നെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, എല്ലാത്തിലും പറയുന്ന പോലെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്താ എന്നെ അറിയിക്കേണ്ടത് കമൻറ്റ് ചെയ്യുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ കമൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഇമ്പ്രൂവ് പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നല്ല കാര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് നിങ്ങളെ നല്ല കമൻറ്റ് കണ്ടാലും. സോ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക, അതിനൊന്നും നോ പ്രോബ്ലം. സോ ഗൈസ്, അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ പോയി റെഡ് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ എപ്പോൾ വീഡിയോ ചെയ്താലും നിങ്ങൾക്ക് അത് അപ്പം തന്നെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ദിസ് ഈസ് മീ റോഷൻ, സൈനിങ് ഓഫ്.